എരുമേലി അഴുതക്കടവ് കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് നൽകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് നൽകില്ല. പാസ് നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും തീർത്ഥാടനം ആരംഭിച്ച് 34 ദിവസം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ദേവസ്വം ബോർഡിനുണ്ടായ വീഴ്ചയാണ് സ്പെഷ്യൽ പാസ് വൈകാൻ കാരണമായത്. വിവരങ്ങളുമായി മിഥുൻ മുരളി തന്നെ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഈ ദേവസ്വം ബോർഡ് വന്ന ശേഷം ആദ്യം പറഞ്ഞത് സദ്യ കൊടുക്കും എന്നായിരുന്നു. അതെവിടെ എത്തിയെന്ന് അറിയില്ല. പിന്നീട് സ്പെഷ്യൽ പാസ് എന്ന് പറഞ്ഞു. സ്പെഷ്യൽ പാസ് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പുതിയ പ്രസിഡന്റിനെ കൊണ്ടും വലിയ ഗുണമൊന്നുമില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ. കൃഷ്ണരാജ്, പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പ്രാബല്യത്തിലെത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 46 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് എരുമേലി അഴുതക്കടവ് പാതയിലൂടെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന ഭക്തർ സന്നിധാനത്തെ സ്വാഭാവികമായ ക്യൂവിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടി വരുന്നു. മരക്കൂട്ടം മുതൽ ക്യൂ നിന്ന് നടപ്പന്തലിലെത്തി ദർശനം നടത്തേണ്ടി വരുന്നു. നിലവിൽ പുല്ലുമേട് സത്രം പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് സ്പെഷ്യൽ പാസ് നൽകി ദർശനം ക്രമീകരിക്കുന്നുണ്ട്. അവർക്ക് സന്നിധാനത്തെ ക്യൂവിൽ പ്രവേശിക്കേണ്ടതില്ല. ഇതുപോലെ തന്നെ സമാനമായി എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്ന ഭക്തർക്കും സ്പെഷ്യൽ പാസ് നൽകണം എന്നുള്ളതാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ആവശ്യം. ഈ ആവശ്യം തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപേ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർത്ഥാടനം തുടങ്ങി 34 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇനി എന്ന് ഉണ്ടാകാനാണ് എന്നുള്ളതാണ് ഭക്തർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സ്പെഷ്യൽ പാസ് വേണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 3 ദിവസം മുൻപ് സ്പെഷ്യൽ പാസ് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും, പാസ് നൽകും, അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ പ്രഖ്യാപനം ഇപ്പോൾ പാഴ്വാക്കായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിക്കുന്നത് സ്പെഷ്യൽ പാസ് ഉടൻ അനുവദിക്കാനാകില്ല, കോടതിയുടെ നിർദ്ദേശം കൂടി കേട്ടതിന് ശേഷം പിന്നീട് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ആവശ്യം ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഉടൻ സ്പെഷ്യൽ പാസ് നൽകാനാകുകയില്ല, ഇത് അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഈ സ്പെഷ്യൽ പാസ് വൈകുന്നതിനുള്ള കാരണം ഈ സ്പെഷ്യൽ പാസ് വേണം എന്നുള്ള ഭക്തരുടെ പരാതിയും ആവശ്യവും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ പാസിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാതിരിക്കുന്നത്. തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ ഏത് വിധേയനയാണ് സന്നിധാനത്തേക്ക് എത്തേണ്ടത്, സ്പെഷ്യൽ പാസ് അടക്കമുള്ള കാര്യങ്ങൾ വേണോ, നിയന്ത്രണങ്ങൾ ഏത് വിധേയന ആയിരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എത്തേണ്ടതാണ്. പക്ഷേ ആ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇങ്ങനെയൊരു നടപടിയിലേക്കോ കൂടിയാലോചനയിലേക്കോ ചർച്ചയിലേക്കോ ഒന്നും കടക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചില്ല. അവിടെ വീഴ്ച സംഭവിച്ചു. അതിനുശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ, ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ശ്രദ്ധ നൽകി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനും ദേവസ്വം ബോർഡിന് കഴിച്ചിട്ടില്ല, വീഴ്ച സംഭവിച്ചു. ഇപ്പോൾ ഈ ഭക്തരുടെ പരാതി ഉയർന്നു വന്ന സമയത്ത് ഈ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം എടുക്കാൻ വൈകും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. ഭക്തർ ചോദിക്കുന്നത്, ഇപ്പോൾ തീർത്ഥാടനം 34 ദിവസം പിന്നിട്ടിരിക്കുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു, മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക് കടക്കുന്നു. ഇനി എപ്പോഴാണ് ഈ സ്പെഷ്യൽ പാസ് ക്രമീകരിച്ച് ഭക്തർക്ക് കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് ദർശനം ക്രമീകരിച്ച് നൽകാനാവുക എന്നുള്ളതാണ് ഭക്തർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ മുന്നൊരുക്കങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന പാളിച്ചയുടെ ഒരു ഉദാഹരണമാണ് ഈ ഒരു വസ്തുതയും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറയുന്നു. എരുമേലി കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് സന്നിധാനത്ത് നൽകുമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ വാക്ക് പാഴ്വാക്കാകുന്നു. സ്പെഷ്യൽ പാസ് ഇതുവരെയും അനുവദിച്ചിട്ടില്ല.